ബൈബിൾ ക്വിസ് പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലൂക്കോസ് 1-ാം അധ്യായം പഠിക്കാം. ലൂക്കോസ് ആരെ അഭിസംബോധന ചെയ്താണ് സുവിശേഷം എഴുതിയത്? തെയോഫിലോസിനെ. സുവിശേഷം അഥവാ വാർത്ത എങ്ങനെ എഴുതുന്നത് നന്നെന്നാണ് ലൂക്കോസിന് തോന്നിയത്? ക്രമമായി. സെഖര്യാവ് ഏത് കൂറിൽപ്പെട്ട പുരോഹിതനായിരുന്നു? അബിയാ കൂറിൽ. എലിശബത്തിന്റെ പിതാവ് ആര്? അഹരോൻ. ഇത് അഹരോന്റെ വംശപാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. സെഖര്യാവിന്റെ ഭാര്യ എലിശബത്ത്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? സെഖര്യാവ് എലിശബത്ത് ദമ്പതികളെ. പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ നറുക്കു വീണതാർക്ക്? സെഖര്യാവിന്. കർത്താവിന്റെ ദൂതൻ എവിടെ നിൽക്കുന്നവനായാണ് സെഖര്യാവിന് പ്രത്യക്ഷപ്പെട്ടത്? ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത്. സെഖര്യാവ് ആരെ കണ്ടാണ് ഭ്രമിച്ചു ഭയപരവശനായത്? ദൂതനെ. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ആരുടെ? യോഹന്നാന്റെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതാര്? യോഹന്നാൻ. വഴങ്ങാത്തവരെ യോഹന്നാൻ എന്തിലേക്ക് തിരിച്ചു വരുത്തും? നീതിമാന്മാരുടെ ബോധത്തിലേക്ക്. യോഹന്നാൻ ആരുടെ ആത്മാവോടും ശക്തിയോടും നടക്കും എന്നാണ് ദൂതൻ പറഞ്ഞത്? ഏലിയാവിന്റെ. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതന്റെ പേരെന്ത്? ഗബ്രിയേൽ. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള ദൂതന്റെ വാക്ക് വിശ്വസിക്കായിക്കൊണ്ട് അത് സംഭവിക്കും വരെ സെഖര്യാവിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ദൂതൻ പറഞ്ഞത്? സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും. സെഖര്യാവിനായി കാത്തിരുന്നത് ആര്? ജനം. ജനം ആശ്ചര്യപ്പെട്ടത് എന്തിന്? സെഖര്യാവ് മന്ദിരത്തിൽ താമസിച്ചതിനാൽ. സെഖര്യാവിന് സംസാരിപ്പാൻ കഴിയാത്തത് കൊണ്ട് ജനം അറിഞ്ഞത് എന്ത്? സെഖര്യാവ് ദർശനം കണ്ടു എന്ന്. സെഖര്യാവ് മന്ദിരത്തിൽ എങ്ങനെയാണ് ആശയവിനിമയം നടത്തിയത്? ആംഗ്യം കാട്ടി. ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം സെഖര്യാവ് എവിടേക്ക് പോയി? വീട്ടിലേക്ക്. എലിശബത്ത് ഗർഭിണിയായ ശേഷം എത്ര നാൾ ഒളിച്ചു പാർത്തു? 5 മാസം.